ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു E70 വ്ളോഗ്സ് ആൻഡ് ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മൾ മൂന്നാർ വരെ ഒരു ട്രിപ്പ് പോവാട്ടോ. ഇച്ചി വരുന്ന ടൈമിൽ ഞങ്ങൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നോക്കാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വയനാടാട്ടോ പോയത്. കഴിഞ്ഞ തവണ പോയ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്ത പോലെ ആട്ടോ എനിക്ക് തോന്നുന്നത്. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ തവണ പോകുമ്പോൾ ഇച്ചിരി 2 ഫ്രണ്ട്സ് കൂടിയുണ്ട് കേട്ടോ, കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരും ഫാമിലി ആയിട്ട്, ഒരാൾ മലപ്പുറത്ത് നിന്ന് ഒരാൾ തൃശ്ശൂർ നിന്നാട്ടോ വരുന്നത്. അപ്പോൾ അവരെത്താൻ കുറച്ച് ലേറ്റ് ആവുന്ന കാരണം ഞങ്ങൾ അതിനനുസരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമുക്ക് ഇവിടെ നിന്ന് അങ്കമാലിൽ എത്താനായിട്ട് ഒരു 1 അവർ വേണം കേട്ടോ. അപ്പോൾ അങ്കമാലിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോഴാട്ടോ ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് കരുതി. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ, കാണാത്ത ഒരുപാട് പേരില്ലേ. നമ്മൾ പറവൂർ അങ്കമാലി റൂട്ടിലുള്ള ഒരു ലൊക്കേഷനാട്ടോ. നല്ല ഭംഗിയായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് ആ വെയിലും ചെറുതായിട്ട് വെയിൽ ഉദിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്കമാലി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ എത്തി കേട്ടോ. അപ്പോൾ അങ്കമാലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ചുകൂടി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും ഇനി അങ്കമാലിൽ വെയിറ്റ് ചെയ്യണ്ട, കുറച്ചുകൂടി പോയി നോക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ എയർപോർട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലൊക്കേഷനാട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ എന്താ ലൊക്കേഷൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞങ്ങളിതാ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യാണ്. അവർ എത്താറായിട്ടുണ്ട് കേട്ടോ. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞ് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോന്നു. വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ ഫോൺ വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ 2 വണ്ടിക്കാട്ടോ ഞങ്ങൾ പോയത്. അവർ 2 ഫാമിലിയും ഒരു വണ്ടിയിൽ, നമ്മൾ നമ്മളുടെ കാറിന്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ വീഡിയോസ് എടുത്തത്. പോരുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കായിരുന്നു കേട്ടോ ചെക്കിംഗ് ടൈം തന്നിരുന്നത്. അപ്പോൾ നമുക്കവിടെ പെട്ടെന്ന് എത്തിയിട്ട് പിന്നെ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ പോകാമല്ലോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ കോട്ടേജ് പോലെയാണ്. ഞങ്ങളുടെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ വാവേനെ രാവിലെ എണീറ്റ വഴി ഒന്ന് മേലൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡ്രസ്സ് ഇടിച്ചാട്ടാ പോകുന്നത്. അപ്പോൾ പോരുന്ന വഴിക്ക് മാറാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വരുന്ന വഴിക്ക് ആൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ നിന്നില്ല. ഇതായിരുന്നു കേട്ടോ നമ്മളുടെ റൂം വരുന്നത്. അപ്പോൾ ബെഡിൽ ഇങ്ങനെ ഒരു ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണിച്ചു തരാം. വാവേനെ ഒന്ന് ഫ്രഷ് ആക്കി അവന് ഇനി ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വന്നു. ഞാൻ ഫ്രൈഡ് റൈസ് ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. പിന്നെ ഇങ്ങനെയുള്ള ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിൽ ഒരു ഫാമിലിയുടെ ഫോട്ടോ മിസ്സിങ് ആട്ടോ. ആ ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാഞ്ഞത്. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി 2-3 ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയ ടൈം അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല കോടയൊക്കെ ഇറങ്ങുന്ന ഒരു ടൈം കൂടിയായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ കുട്ടികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അവർ നമ്മൾ വിചാരിക്കും അവർക്ക് തണുക്കുന്നുണ്ടെന്ന്. ഇവിടെ വാവയൊക്കെ ആണെങ്കിലും അവന് സ്വെറ്ററൊക്കെ ഇടിച്ചു കൊടുത്താലും ഇടാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പോകുന്ന വഴിക്ക് തേയിലത്തോട്ടം കണ്ട് അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് കമ്പിവേലിയൊക്കെ കെട്ടി വെച്ചേക്കാണ്. നമ്മൾ അങ്ങോട്ട് കയറരുതെന്നൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനായിട്ട് വണ്ടിയൊക്കെ ഒതുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവിടെ. എന്നാലും ഞങ്ങൾ ഒതുക്കിയിട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ നടന്ന് കണ്ടു. അപ്പോഴേക്കും ഏകദേശം തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഞാൻ സെറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഭദ്രമായിട്ട് റൂമിൽ വെച്ചിട്ട് പോന്നു. നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കയറി പോകാമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ദൂരെ നിന്ന് വണ്ടികൾ വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ കയറിയത് ബ്ലോസം ഹൈഡൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാർക്കിലേക്കാണ്. നമ്മളവിടെ കയറി കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു കോഫി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും മഴയൊക്കെ പോയി കേട്ടോ. നമുക്കിവിടെ കയറുന്നതിന് ചെറിയൊരു ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. പിന്നെ സിബ് ലൈൻ അങ്ങനെ കുറേ സംഭവങ്ങളാട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഞാനപ്പോൾ കാണിച്ചു തരാം.
त्यांनी कपडे खराब केली पुरवल्या त्याच्याकडे पळ लवकर जा लवकर. അപ്പോൾ ഇതാ ഐസൂട്ടും ദാ സിബ് ലൈനിൽ കയറാൻ പോയിട്ടുണ്ട്. ഞാൻ ഫോട്ടോസിൽ കാണിച്ചു തന്നല്ലോ, നമ്മുടെ ഫ്രണ്ടിൻ്റെ മോനാണ്. അപ്പോൾ അവനെ ആക്കാനായിട്ട് ഇതാ ഇച്ചയായിട്ടോ പോയത്. അവൻ കുഞ്ഞായതുകൊണ്ട് ഞാൻ കരുതി പേടി ഉണ്ടാവുമോ എന്നൊരിതുണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല ഉഷാറായിട്ട് ഇതാ പോയി. ഈ സിബ് ലൈൻ്റെ എൻഡ് വരുന്നത് കുറച്ച് അപ്പുറത്തായിട്ടായിരുന്നു. അപ്പോൾ അവനെ കൂട്ടാനായിട്ട് അവർ രണ്ടുപേരും പോയേക്കുക കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ടൈം കൊണ്ട് ഇതാ അടുത്ത കപ്പിൾസിനെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവരാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ 4 പേരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയൊക്കെ നടന്നു. പിന്നെ അവളാട്ടോ എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്തു തന്നത്. എനിക്ക് ഫോണിൽ ചാർജ് ഉണ്ടായില്ല, രാവിലെ തുടങ്ങി നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ചാർജ് വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവൾ ഇതാ വീഡിയോസൊക്കെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് തന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ടു. അപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നല്ല രീതിയിൽ തണുപ്പായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആട്ടോ ഇത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഉള്ളൊരു ഗുണം ഇതാട്ടോ, നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സെൽഫിയൊക്കെ എടുത്ത് നടക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് റിസോർട്ടിലെത്തി. വരുന്ന വഴിക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ റിസോർട്ടിലെത്തി കഴിഞ്ഞിട്ട് രാത്രിയുള്ള ഒരു ആംബിയൻസ് ആട്ടോ ഇത്. ഈ വീഡിയോ അവരാരോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. ഈ ഒരു ടൈമിൽ ഞാൻ വാവേനെ ഉറക്കാനായിട്ട് നിൽക്കുകയാണ്. കുറച്ച് വാശിയൊക്കെ ആയിരുന്നു കേട്ടോ, കാരണം യാത്രയും പിന്നെ അവൻ്റെ ഫുഡൊന്നും ഇന്ന് ഓക്കെ ആയിട്ടില്ലല്ലോ. ഉച്ചക്കലത്തേക്കും രാവിലത്തേക്കും ഉള്ള ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവനുള്ളത്. പിന്നെ രാത്രി അത്ര സെറ്റായിട്ടില്ലല്ലോ, ഫുഡ് അങ്ങനെ കഴിച്ചിട്ടുമില്ല ആൾ. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നു. കുറച്ച് നേരം എടുത്തു കേട്ടോ കരച്ചിലൊക്കെ ഒന്ന് മാറാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തിരക്കിലൊക്കെ നിൽക്കുകയായിരുന്നു. അവനൊന്ന് ഫ്രഷാക്കി കിടത്തി ഉറക്കിയിട്ടോ. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ആൾ നല്ലപോലെ ഉറങ്ങി. പിന്നെ ഞാനും ഒന്ന് ഫ്രഷായി. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ രാത്രി കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. സ്വെറ്ററൊക്കെ ഇടിച്ച് ആൾ നല്ലപോലെ കിടന്നുറങ്ങി. മോർണിംഗ് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒന്ന് എല്ലാവരുടെയും ക്വാർട്ടേഴ്സിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. നമ്മൾ രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ എണീക്കണം, ഇന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ നമുക്ക് പൂളിൽ ഇറങ്ങാനുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായില്ലല്ലോ. പൂളൊക്കെ നോക്കിയിട്ടാട്ടോ ഈ റിസോർട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ അതങ്ങനെ മിസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതി. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വളരെ ലേറ്റായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നമുക്ക് 11:30 തോന്നണു ചെക്കൗട്ട്. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങാൻ പറ്റിയത്. കുറേ കൂടെ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോൺഫ്ലെക്സും കാര്യങ്ങളൊക്കെ, ബ്രെഡ്, ജാം, ബട്ടർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ഇരുന്നിരുന്നത്. പിന്നെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാർ, പിന്നെ എന്താ ഉണ്ടായിരുന്നത്, ചട്നി ഉണ്ടായിരുന്നു, അപ്പവും വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടായിരുന്നു, പിന്നെ പൂരി ഉണ്ടായിരുന്നു, ചന മസാല ഉണ്ടായിരുന്നു, പിന്നെ ബോയിൽഡ് എഗ്ഗ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെടുത്തത് പൂരിയായിരുന്നു. പൂരിയും പിന്നെന്താ വെജിറ്റബിൾ സ്റ്റൂ ആട്ടോ ഞാനെടുത്തത്. എവിടെ കാണിച്ചേ എവിടെ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുട്ടികൾ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞങ്ങളിത് ആ പൂളിലേക്ക് പോവുകയാണ് ഇനി.
അതാ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ കുറച്ച് മടിയായിരുന്നു. ഇറങ്ങി അങ്ങോട്ട് കിട്ടിയ സെറ്റായി അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കളിച്ച് നല്ല അടിപൊളിയായിട്ടാട്ടോ ഞങ്ങൾ കയറിയത്. ഇവിടെ വന്നവരൊക്കെ ഇന്നലെ ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ഇറങ്ങാഞ്ഞത് നന്നായി. ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി. അവിടെ നിന്നാ തീരമൊന്നുമില്ല. നടന്നിട്ടെങ്കിലും ഞാൻ പകുതി നേരം വീഴും വീഴും വീഴൂന്ന്. ലാസ്റ്റ് ഞങ്ങളിതാ എല്ലാവരും ഇറങ്ങി കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകാൻ നോക്കാം. ഐസൂട്ടൻ നന്നായിട്ട് നീന്തും കേട്ടോ. നല്ല ഭംഗിയായിട്ട് നീന്തും അവൻ. അപ്പോൾ ആ പൂളിൻ്റെ അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാട്ടോ ഇത്. ഞങ്ങളിങ്ങോട്ട് പോരുന്ന ടൈമിൽ ഉച്ചയ്ക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പനി വരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ കഴിച്ചിട്ടാട്ടോ നമ്മൾ ഇവിടെ വരെ എത്തിയത് ഡ്രൈവ് ചെയ്ത്. ഇന്നലെയൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം. അപ്പോൾ ഇന്നിപ്പോൾ പൂളിലൊക്കെ ചാടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ മെഡിസിൻ ഒരെണ്ണം കഴിച്ചോ, വീട് വരെയും ഡ്രൈവ് ചെയ്യേണ്ടതല്ലേ. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഇനി ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇപ്പം ഇനി നനഞ്ഞ് ഡ്രസ്സൊക്കെ വേറെ പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വാവേനെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കിനി ഇറങ്ങാൻ നേരത്ത് കാണാം കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ റെഡിയായി. അപ്പോൾ നമ്മൾ എല്ലാവരും ചെക്ക് ചെയ്തു കേട്ടോ. എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കി. ഇതായിരുന്നു നമ്മളുടെ റൂം വരുന്നത്. നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഒരു ചെറിയ ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു കുട്ടി റൂം. ഒരു കിച്ചണും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ സുഖമായിട്ട് നിൽക്കാം. അത്രയും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്കാണെന്നുണ്ടെങ്കിലും ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് 2-3 ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറാൻ പറ്റുമോയെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കയറണം. പിന്നെ ഇന്ന് നമുക്ക് ന്യൂ ഇയർ ആട്ടോ രാത്രി. അപ്പോൾ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ട് വീട്ടിലെത്താമെന്നാണ് കരുതിയേക്കുന്നത്. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. fastest route despite slower than usual traffic. You should reach your destination by 12:15 p.m. ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ച് എന്താ പറയുക, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അടിപൊളിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇന്ന് ഈവനിങ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറാൻ പറ്റിയാൽ കയറാമെന്ന് കരുതി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് 2-3 സ്ഥലത്തൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ.
അടുത്തത് ഞങ്ങളിതാ മാട്ടുപ്പെട്ടി ഡാം കാണാനാണ് പോയത്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാ ഇതുപോലെ കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ട്. ഞാനപ്പോൾ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി. പിന്നെ അങ്ങനെ വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ ചായപ്പൊടി വാങ്ങി. പിന്നെ ദാ ഇങ്ങനെ ബലൂൺ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ചോളമൊക്കെ വാങ്ങിച്ചതാ ഡാമിൻ്റെ അവിടെ നമുക്ക് ബോട്ടിംഗ് ഉണ്ടല്ലോ അതിനായിട്ട് പോവുകയാണ്. अकेला कर लेगा पापा नहीं करेंगे कर लेगा ബോട്ടിങ്ങിനായിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇതാ എടുത്തിട്ടുണ്ട്. ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കുറേ പേരങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറാനുള്ളത് ബോട്ട് വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും കുറേ ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണല്ലോ മെയിൻ. നമ്മുടെ ബോട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയറിയിട്ട് ഒരു 20 മിനിറ്റ് ഇവിടെ ഫുള്ളൊന്ന് ചുറ്റി കാണിച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ ഫുള്ള് പാട്ടും ഒക്കെ വെച്ചിട്ട് ഇതാ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് വലിയ സുഖമായില്ല. ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ നേരെ ഇരിക്കുന്ന ഒരു സീറ്റ് ടൈപ്പ് ആയിരുന്നിട്ടുള്ള ബോട്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലപോലെ കാണാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കണം. അപ്പോൾ എനിക്കത്ര അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല. പിന്നെ വാവേനെ കുറേ നേരം ഞാൻ അതും ഇതൊക്കെ കാണിച്ചു കൊടുത്ത് അവനെ ഇരുത്തിയിട്ടോ. അവന് നല്ല ഇഷ്ടമായി. അവൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ പോകുന്നത്. 20 മിനിറ്റാട്ടോ അവർ ടൈം പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് കൊണ്ടുപോയിട്ട് കറക്കി തിരിച്ച് കൊണ്ടുവരും. പിന്നെന്താ നമ്മൾ അടിച്ചു പൊളിക്കാൻ പറ്റിയ കുറച്ച് ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ തകർത്ത് പോരാം. ഇതുപോലെ ഒരു ബോട്ടൊക്കെ എടുത്തിട്ട് അവർ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണിത്. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ തിരിച്ചിറങ്ങാമെന്ന് കരുതി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലല്ലേ ഇവർക്കൊക്കെ മലപ്പുറമൊക്കെ വരെ പോകേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയാലേ നമുക്കൊരു വെളുക്കാറാകുമ്പോഴേക്കും വീട്ടിലെത്താൻ പറ്റുള്ളൂ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും നിർത്തിയിട്ടൊക്കെ ആട്ടോ പോകാൻ പറ്റിയിരുന്നത്. ഞങ്ങളന്ന് വാഗമൺ പോയ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ വാവ ഒരുപാട് തവണ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇത്രയും ലോങ് വന്നിട്ടും അവനങ്ങനെ വൊമിറ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ. ആകെ ഒറ്റ തവണ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി ട്രിപ്പ് അടിച്ചു പൊളിച്ചു കേട്ടോ. പിന്നെ കുറേ സ്ഥലങ്ങൾ കാണാമെന്നുള്ളതല്ല, ഞങ്ങൾ ഫാമിലിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണല്ലോ. വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ചാൻസ് അല്ലേ. അപ്പോൾ ഞങ്ങളിതാ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.